ബദരീങ്ങളെയും മഹാത്മാക്കളെയും വിളിച്ച് സഹായം ചോദിച്ചാൽ സഹായം ലഭിക്കുമെന്നുള്ളതിൻ്റെ നേർരേഖയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. നമ്മളെ വല്യമ്മക്കും വല്യപ്പക്കൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ലാണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ അവർക്ക് നമ്മളോട് പങ്കുവെക്കാൻ ഉണ്ടായിരുന്നു. ആ പഴയ പ്രതാപം നമുക്കെങ്ങനെ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വഹാബികൾ വഹാബിസം എന്ന പോയിസൺ മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ്, ബദരീങ്ങൾ നമ്മളെ സഹായിക്കുമോ? നിങ്ങളൊന്ന് ആത്മാർത്ഥതയോട് ചോദിച്ചോ മുഅ്മിനീങ്ങളെ, തീർച്ചയായും ബദരീങ്ങൾ സഹായിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഔറംഗസീബിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഖാജാ തങ്ങളുടെ അടുക്കലേക്ക് സിയാറത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു അന്ധനായ ആളെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ അയാൾ ഇദ്ദേഹത്തോട് പറയുകയാണ്, ഞാനിവിടെ കാലങ്ങളായിട്ട് ഖാജാ തങ്ങളെ തവസ്സുലാക്കി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതുവരെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഇത് കേട്ട ഔറംഗസീബ് ഇയാളെ ഭീഷണിപ്പെടുത്താണ്, ഞാൻ സിയാറത്ത് ചെയ്ത് വരുമ്പോഴേക്ക് നിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിൻ്റെ തല കാണൂല. അയാളെ കാഴ്ച തിരിച്ചു കിട്ടിയെന്നാണ് ചരിത്രം. കാലങ്ങളോളം ചോദിച്ചിട്ട് സാധിക്കാത്തൊരു കാര്യം തല പോകുമെന്നുള്ള ഭയം കൊണ്ട് ആത്മാർത്ഥതയോടെ ചോദിച്ചപ്പോൾ നിമിഷം നേരം കൊണ്ടാണ് സാധിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. ആന നേർക്ക് നേരെ ചീറി വരുമ്പോൾ ആത്മാർത്ഥതയോടെ ബദരീങ്ങളെ എന്നൊരു വിളി വിളിച്ചപ്പോൾ ആന വഴിമാറി പോവുകയാണ്.